സോളാർ പാനലിലെ കേബിൾ കണക്ട് ചെയ്യേണ്ടത് MC4 കണക്ടർ ഉപയോഗിച്ചിട്ടാണ്. അതിന് മെയിലും ഫീമെയിലും കണക്റ്റേഴ്സ് ഉണ്ടാവും. അതിന് ക്രിമ്പിംഗ് ടൂളുണ്ട്. അതിനൊക്കെ വീഡിയോകൾ ധാരാളം ലഭ്യമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഞാനതൊന്ന് ശ്രമിച്ചു. ക്രിമ്പിങ്ങൊക്കെ ചെയ്തു, പക്ഷേ കണക്ട് ചെയ്ത് ശരിയായില്ല. ആ കേബിളിങ്ങ് ഊരിപ്പോന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത അതേ വഴി തന്നെ ചെയ്തു. 2 വയറും കട്ട് ചെയ്തു, പിരിച്ച് ഒന്നാക്കി. എന്നിട്ട് ഇൻസുലേഷൻ മാത്രം ഇത്തവണ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഈ സിലിക്കോൺ ടേപ്പ്, അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സിലിക്കോൺ ടേപ്പിനെ പറ്റിയിട്ട്. നല്ലോണം വലിച്ച് നീട്ടിയിട്ട് വേണം ടൈറ്റായിട്ട് ചുറ്റാൻ. പ്ലംബിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടേപ്പാണിത്. അത് നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിയിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായിട്ടിരിക്കും. വാട്ടർ പ്രൂഫുമാണ്. അപ്പോൾ അത് ആദ്യം ചെയ്തു, സിലിക്കോൺ ടേപ്പ്. പിന്നെ ഇതൊരു പുതിയ പരീക്ഷണമാണ്. ഇത്തവണ സിലിക്കോൺ ടേപ്പ് വാങ്ങാൻ പോയപ്പോൾ അറിയാതെ ഇതാ വാങ്ങിച്ചു പോയത്. അത് വേറെ ആളോട് പറഞ്ഞാണ് വാങ്ങിച്ചു തരാൻ. അപ്പോൾ ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കയ്യിൽ പശയൊക്കെ ഒട്ടുന്ന സാധനമാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലേ കയ്യിലൊക്കെ നല്ലോണം പശ ഉണ്ടാവും. അത് മാറ്റി കളയാൻ കുറച്ച് മെനക്കെടും ഉണ്ടാവും. അപ്പോൾ ഇത് എന്തായാലും ആ സിലിക്കോൺ ടേപ്പിൻ്റെ മേലെ ഒരു നല്ല ടൈറ്റായിട്ടൊരു ലെയറും കൂടെ ചുറ്റി. അത് നല്ലോണം ഒട്ടണ ഒരു ടേപ്പാണ്. അതിൽ നല്ല പശയുണ്ട്. സിലിക്കോൺ ടേപ്പിന് പശയില്ല കേട്ടോ. അത് കയ്യിൽ കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വലിച്ച് നീട്ടി ചുറ്റണമെന്ന് മാത്രം. ഇത് പക്ഷേ കൈയിൻ്റെ വിരലിലൊക്കെ ആയാൽ മാറ്റിയെടുക്കാൻ ലേശം പണിയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ കയ്യിൽ ആക്കുന്നത്, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പശ കളയാൻ ബുദ്ധിമുട്ടാവും. എന്നിട്ടും പോരാഞ്ഞ് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കാർഡ്ബോർഡിൻ്റെ കാർട്ടൺസൊക്കെ ടൈറ്റാക്കാൻ വേണ്ടി ചുറ്റി വരുന്ന ടേപ്പ് ഉണ്ടല്ലോ, അത് വാങ്ങാൻ കിട്ടും. നല്ല വീതിയുള്ള ടേപ്പാണ്. നല്ലോണം ഒട്ടുകയും ചെയ്യും. പക്ഷേ വെയിലുണ്ട പറഞ്ഞു വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഞാൻ ആൻ്റണിക്കൊക്കെ ഇൻസുലേഷൻ പോലെ ചുറ്റി വെച്ചിട്ട് പലപ്പോഴും പറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് കാലം ഇരിക്കും. അതിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു 3ാമത്തെ ലെയറായിട്ട് ഇട്ടതാണ്. വെറുതെ ഒരു മനസ്സമാധാനത്തിന്. അതായത് ഈ സിലിക്കോൺ ലെയറൊക്കെ നല്ലോണം ഒന്ന് മോൾഡ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ അത് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മുകളിലുള്ള ഈ എക്സ്ട്രാ പണികളൊക്കെ. സിലിക്കോൺ തന്നെ നല്ല വാട്ടർ പ്രൂഫിങ്ങും ഇൻസുലേഷനൊക്കെ ഉള്ള ഒരു ഐറ്റം ആണെന്നാണ് പറയുന്നത്. എനിക്കിതുവരെ ഉപയോഗിച്ചിട്ട് നല്ല തൃപ്തികരമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഇതൊരു വലിയ നല്ല വഴിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വൃത്തികേടുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. MC4 കണക്ടർ ക്രിമ്പിങ് ശരിയാവാത്തതുകൊണ്ട് 2 തവണയും പരാജയപ്പെട്ടതുകൊണ്ട് ഞാനെടുത്ത വഴിയാണ്. കഴിഞ്ഞ തവണ ഞാനിതേപോലെയൊക്കെ ചെയ്തു. പക്ഷേ എന്താണ്, ഒരു ലെയർ കുറവായിരുന്നു. ആ നടുക്കിലത്തെ ആ ലെയർ ഉണ്ടായിരുന്നില്ല. ബാക്കി 2 ലെയറും കഴിഞ്ഞ തവണയായിട്ട് അതിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ